ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ. ഇന്നത്തെ ചെമ്പനീർ പൂവിൽ അങ്ങനെ രേവതി തിരിച്ചു വന്നു. രാത്രി അവർ ഫുഡ് കഴിക്കാൻ. അപ്പോൾ സച്ചി ഒരു മിനിറ്റ് ഫുഡ് കഴിക്കാനായിട്ടുള്ള മുന്നേ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിക്ക് മുല്ലപ്പൊക്കെ തലയിൽ ചൂടി കൊടുത്തു. അവൾക്ക് വായിൽ സ്വീറ്റ്സൊക്കെ കൊടുത്തു. പിന്നെ പരസ്പരം അവർ രണ്ടുപേരും ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കഴിക്കുകയാണ്. വാരി കഴിച്ച് കഴിഞ്ഞ് അതങ്ങനെ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസമായി. അപ്പോൾ രേവതിയുടെ അമ്മ ഇരുന്നിട്ട് പൂ കെട്ടാണ്. അപ്പോൾ ദേവ് വന്നിട്ട് ചോദിക്കണം, അമ്മ ചേച്ചീനെ വിളിച്ചോ ചോദിക്കണം. അയ്യോ ഇല്ല മോളെ, ഞാൻ മറന്നു പറഞ്ഞു. അപ്പോൾ അമ്മേനെ വിളിച്ചു നോക്കുക പറയുമ്പോൾ ദേവ് പറയുമ്പോൾ രേവതിയുടെ അമ്മ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് കയറി വന്നപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കും, എന്ത് പണിയാണ് മോളെ നീ ചെയ്ത്, നീ എന്തിനാ പിണങ്ങിപ്പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പിണങ്ങിപ്പോയതല്ല, പൂമാല കെട്ടാൻ പോയതാന്ന് സച്ചേട്ടൻ പറഞ്ഞല്ലോ. പിന്നെയല്ലേ വിവരങ്ങളൊക്കെ അറിഞ്ഞെന്നൊക്കെ പറയാണ് രേവതിയുടെ അമ്മ. അത് കഴിഞ്ഞിട്ട് രേവതി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഞാൻ വന്നതൊരു കാര്യം ചോദിക്കാനാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ പരാതി കൊടുക്കാൻ പോയെന്ന് പോലീസ് സ്റ്റേഷനിൽ സച്ചേട്ടൻ എന്നോട് വഴക്കൂടി എന്നെ അടിച്ചിട്ടാണ് ഞാൻ വീട് വിട്ട് പോയതെന്ന് പരാതി കൊടുക്കാൻ. അവനോട് അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. എവിടെടാ ശരത്തേ, ഒന്നും ഇങ്ങോട്ട് വാടാ എവിടെടാ നീ ചോദിക്കണം രേവതി കലിപ്പില്ല. അപ്പോൾ ശരത്ത് അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പം നിനക്ക് എങ്ങനെ തോന്നിയിടാ സച്ചേട്ടൻ എന്നെ അടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാന്ന് പരാതി കൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? സച്ചേട്ടൻ എന്നെ എല്ലാ ലോകത്തും അന്വേഷിച്ച് കാണാനായിട്ടാണ് ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നത്. നീ എന്നെ കാണാണ്ടായി ഓടിപ്പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തൂലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നിൻ്റെ കൂടെ ആരും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പല്ലേ? അപ്പോൾ ദേവ് പറയും, ശരിയാ ചേച്ചി, ഇവൻ ഒറ്റയ്ക്കാവില്ല, ഇവൻ്റെ പിന്നിൽ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ്. നിനക്കറിയില്ല സച്ചേട്ടനെ എന്തുമാത്രം സ്നേഹിക്കണം, ഞങ്ങൾ നമ്മൾ എന്ത് സ്നേഹത്തിലാണ് ജീവിക്കണം നിനക്കറിയില്ല. നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണടാ അദ്ദേഹം നിൻ്റെ ഈ കൈ തല്ലിയൊടിച്ചു. ഇനി നീ മേലെ സച്ചേട്ടൻ്റെ നേർക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മറ്റേ കൈയും കാലും കൂടി തല്ലിയൊടിക്കാൻ ഞാൻ സച്ചേട്ടനോട് പറയും. നീ എൻ്റെ അനിയനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് ചൂടാവാണ് ശരത്തിനോട്. എന്നിട്ട് പറയും, നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം എന്താണെന്ന് നീ മനസ്സിലാക്കുക. ഇനി ദയവ് ചെയ്ത് ശരത്തെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുത്. നീ ആരുടെ പിന്തുണയും കൊണ്ടാണെങ്കിലും നീ സച്ചേട്ടനെതിരെ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവില്ല, നീ കളി പഠിക്കാൻ പോവാ ശരത്തെ. നീയൊന്ന് നല്ല മനുഷ്യനായിട്ട് നീ ആൻ്റണിയുടെ കൂട്ടുകെട്ട് വിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിച്ചു നോക്കും. നിന്നെ തോളത്തെടുത്ത് വെച്ച് നടക്കും നിൻ്റെ സച്ചേട്ടൻ എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശരത്തിന് കുറ്റബോധം തോന്നാണ്. ശരത്ത് അപ്പോൾ പറയാണ്, അങ്ങനെ ആൻ്റണി പറഞ്ഞിട്ടാണ് ഞാൻ പരാതി കൊടുക്കാൻ പോയതെന്നൊക്കെ ശരത്ത് പറയാണ്. അപ്പോൾ രേവതി ഭയങ്കരമായിട്ട് ചൂടാവും. നീയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ സന്തോഷം, നിന്നിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടാണ് ശരത്ത് ഞാൻ ഇത്രയും പറയണത്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കരണ്ട് രേവതി ഞാൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോവാണ്. ശരത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആൻ്റണിയുടെ കൂട്ടുകാരൻ കൂടി വർത്താനം പറയുമ്പോൾ രേവതി തിരിച്ചു വന്നു, നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല എന്നൊക്കെ ആൻ്റണി ഇങ്ങനെ പറയണ സമയത്ത് പറയും, ശരത്ത് വരുന്നുണ്ട് ആൻ്റണിയേട്ടാ, ശരത്ത് വരുന്നുണ്ട് പറയണം കൂടിയുള്ളവർ. അങ്ങനെ ശരത്ത് വേറൊരാളുടെ കൂടെ സ്കൂട്ടിയിലൂടെ വന്ന് ഇറങ്ങണു. ശരത്ത് സ്കൂട്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ആൻ്റണിയോട് പറയണം, ആൻ്റണിയേട്ടാ അപ്പോൾ രേവതി തിരിച്ചു വന്നുള്ളൊക്കെ, ആ രേവതി ചേച്ചി തിരിച്ചു വന്നു, മാല കെട്ടാൻ പോയതായിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ സച്ചേട്ടനൊന്നല്ല അതിൻ്റെ പിന്നിൽ. എനിക്കിപ്പോൾ തോന്നുന്നു സച്ചേട്ടനെതിരെ ഞാൻ പോയി പരാതി കൊടുക്കണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആൻ്റണിയേട്ടാ ഇനി നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട, രേവതി ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എന്നെ കുറേ വഴക്ക് പറഞ്ഞു പറയണ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി, ഇനി നമ്മൾ അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട കേട്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആൻ്റണി തോറ്റ പോലെ തോന്നാണ്. എന്നിട്ട് ആൻ്റണി മുഖം മൂടി വെച്ചേക്കാണ്. ആൻ്റണി എന്നിട്ട് പറയണം, നിനക്ക് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്കും പ്രശ്നമില്ല, ഞാനും വിട്ടുവിടാം ശരത്തെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആൻ്റണിയുടെ മനസ്സിൽ വേറെ പ്ലാനാണെന്ന് അവൻ്റെ മുഖഭാവത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ശരത്ത്, ശരി ആൻ്റണി ഏട്ടാ ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഇനി അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ട, ഇനി അവർ നമ്മുടെ ശത്രു അല്ല എന്നൊക്കെ പറയണം. ആൻ്റണി ഏട്ടൻ അങ്ങനെ തന്നെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ആൻ്റണി പറയണം, ശരത്തും സച്ചി ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല, ശരത്ത് സച്ചി ഒന്നിച്ച് നടന്ന നമ്മുടെ പ്ലാനുകളൊന്നും വിജയിക്കില്ല, സച്ചി ഒരിക്കലും ശരത്തുമായിട്ട് ഇണങ്ങി ജീവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്ലാൻ ഇടണമെങ്കിൽ എന്തായാലും അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് ചോദിക്കണം കൂടെയുള്ളവർ. അപ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ പറയട്ടെ എന്നിട്ട് മതി എന്ന് പറയണം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ശരത്ത് തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ശ്രുതിയുടെ ഷോപ്പാണ് കാണിക്കുന്നത്. ശ്രുതിയും കൂടി വരികയാണ്. എന്താണ് അതുപോലെ ശ്രുതി ഇവിടെ കയറി വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്, എന്തൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എന്ന് പറയുന്നത് ശ്രുതി. അങ്ങനെ ശ്രുതി പറയണ, ശ്രുതി ഞാൻ മറന്നൊന്ന് ഡീലറെ കണ്ട ദിവസമാണ്, ഞാൻ പോയിട്ട് ഡീലറെ കണ്ടിട്ട് വരാം, അതുവരെ ശ്രുതി ഇവിടെ ഇരിക്കണം, വേഗം പറഞ്ഞിട്ട് എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം പറയണം. ഞാൻ വരാം ശ്രുതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പോകണം. ശ്രുതി പോയി കഴിയുമ്പോൾ സ്റ്റാഫ് വന്നിട്ട് ഗുഡ് മോർണിംഗ് മാഡം പറയുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ സ്റ്റാഫ് പറയണം, മാഡത്തിനെ അന്വേഷിച്ചിട്ട് ഒരാൾ ഇവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു, കുറച്ച് നേരം ഇരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയണം. അപ്പോൾ ആരാ ചോദിക്കുമ്പോൾ അറിയില്ല, ആളെ എല്ലാത്തിൻ്റെ വില ചോദിക്കേണ്ടത്, എനിക്ക് തോന്നണം ആളെല്ലാം മേടിക്കുന്ന എനിക്ക് തോന്നണം എന്ന് പറയാണ് സ്റ്റാഫ്. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ശ്രുതി ചെന്ന് നോക്കുമ്പോൾ ഒരു കൈ മാത്രം കല്ല. അപ്പോൾ സാർ ഗുഡ് മോർണിംഗ് എന്ന് പറയുകയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി ഞെട്ടി പകിച്ചു പോകും. വേറെ ആരുമല്ല, ശ്രുതിയുടെ ജീവിതത്തിലത്തെ വില്ലനായ നവീൻ ദാസാണ് അവിടെ വന്നേക്കുന്നത്.
അപ്പം നവീൻ ദാസ് എന്താ ശ്രുതി സുഖല്ലേ, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയും. നീ എന്തിനാണ് ഇവിടെ വന്നേ, നീ എന്തിനാണ് ഇവിടെ വന്നേക്കണേ, നിനക്ക് എന്നെ ഉപദ്രവിച്ച് മതിയായില്ല എന്നൊക്കെ ചോദിക്കണം. അപ്പം നവീൻ ദാസ് പറയണം, അല്ല ശ്രുതി നീ ഒരു കടയൊക്കെ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് കാണാൻ വേണ്ട, എനിക്ക് കുറച്ച് പൈസയ്ക്ക് എൻ്റെ കല്യാണം എന്നറിയാലോ, എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്നത്, എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല, അപ്പോൾ നിൻ്റെ അടുത്തല്ലാണ്ട് ഞാൻ വേറെ ആരുടെ അടുത്താണ് വരിക എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ശ്രുതി പറയണം, നീ ആവശ്യപ്പെടുമ്പോൾ പൈസ തരാം, ഞാനെന്താ ഇവിടെ പൈസ കുഴിക്കുകയാണെന്ന് ചോദിക്കണം. അപ്പോൾ നവീൻ ദാസ് പറയണം, എനിക്ക് പൈസ ആയിട്ട് വേണ്ട, നീ ഒരു കാര്യം ചെയ്യുക, എനിക്ക് ഇവിടുന്ന് കുറച്ച് AC ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ തന്നാൽ മതി, എന്തായാലും എൻ്റെ കല്യാണമല്ല, പിന്നെ നിനക്ക് തരാനല്ലേ ഇവിടെ വെച്ചേക്കണേ, നീ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി 2 ലക്ഷം രൂപ മുതലുണ്ടാവും, അതൊക്കെ കൂടി നിനക്ക് തരാനല്ലേ ഞാനിവിടെ കട തുറന്നിരിക്കുന്നത്, ഇതിന് 100 രൂപയുടെ സാധനം പോലും നിനക്ക് തരില്ല എന്ന് പറയണ ശ്രുതി. അപ്പോൾ നവീൻ ദാസ് പറയണ, വേണ്ട ശ്രുതി വരട്ടെ, ശ്രുതി വന്നിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയണേ. നീ എന്തിനാടാ എന്നെ അങ്ങനെ ടോർച്ചർ ചെയ്യണമെന്ന് ചോദിക്കണം ശ്രുതി. പിന്നെ അല്ലാണ്ട് എനിക്ക് പൈസയുടെ ആവശ്യം വന്ന് എന്ത് ചെയ്യും, പൈസയായിട്ട് നിൻ്റെ ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നാൽ മതി, അതിനൊക്കെ ഇവിടെ കണക്കുണ്ട് ദാസേ, ഇവിടെ എല്ലാ ഐറ്റംസിനും കണക്കുണ്ട്, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല പറയണ ശ്രുതി. എന്ത് വന്നാലും ശരി ഈ സാധനങ്ങളും കൊണ്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും ശ്രുതിയുടെ വില്ലനായിട്ട് അവൻ കടയിൽ നിൽക്കാണ്, പോണില്ല. അങ്ങനെ ശ്രുതിയൊക്കെ പെട്ടിരിക്കുന്ന അവസരത്തിലാണ് ഇന്നത്തെ ചെമ്പന്തിപ്പൂ അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എല്ലാവരുടെയും സപ്പോർട്ടിനും പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.